കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമാവുന്ന പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ളതായ 7ാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുക. ഇന്ന് വായിച്ചു കേട്ടതായ വിശുദ്ധ എവൻഗേലിയൻ വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സാൻഡ്വിച്ച് കഴിക്കുന്നവരാണ്. ഒരു ബ്രെഡ് മേളിൽ, അതിനിടയ്ക്ക് വെജിറ്റബിൾസ്, അതിന് താഴെ വീണ്ടും ഒരു ബ്രെഡ്. ബൈബിൾ പഠിക്കുമ്പോൾ അപ്രകാരം ഉപയോഗിക്കുന്നതായ ഒരു സാഹിത്യ ശൈലിക്കും പറയുന്ന പേര് അപ്രകാരമാണ്, സാൻഡ്വിച്ച് സാഹിത്യ ശൈലി. ഈ വേദഭാഗത്ത് മർക്കോസ് ശ്ലീഹ പാരമ്പര്യമായി കിട്ടിയതായ 2 കാര്യങ്ങളെ മേളിലും താഴെയിലും വെച്ചു. മേളത്തെ കാര്യത്തിൽ യേശുമ്പുരാൻ്റെ ചാർച്ചക്കാർ വന്ന് യേശുമ്പുരാനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്ന കാര്യങ്ങൾ പറയുന്നു. അവസാനം യേശുമ്പുരാൻ്റെ മാതാവും സഹോദരങ്ങളും പുറത്തു നിൽക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളും പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിരിക്കുന്നതായ കാര്യം അത് യെരൂശലേമിൽ നിന്ന് വന്നതായ യഹൂദ പണ്ഡിതന്മാരുടെ, വേദപണ്ഡിതന്മാരുടെ ആരോപണങ്ങളാണ്. ഈ ആരോപണത്തിന് യേശുമ്പുരാൻ പറയുന്നതായ മറുപടിയുമാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ ചുരുക്കം. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പരീശന്മാർ, വേദപണ്ഡിതന്മാരെ പരീശന്മാർ കർത്താവിനെതിരെ വളരെ ഗുരുതരമായ ആരോപണം കർത്താവിനെതിരെ നടത്തുകയാണ്. യേശുമ്പുരാൻ ചെയ്യുന്നതായ ഓരോ അത്ഭുത പ്രവർത്തനങ്ങളും കണ്ടിട്ട് അവർ പറയുകയാണ്, ഇവനിൽ ബേൽസെബൂലുണ്ട്, ഇവൻ ഭൂതങ്ങളുടെ തലവനാകുന്ന ആ തലവനെ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഗുരുതരമായ ആരോപണം കർത്താവിൻ്റെ മേൽ ഉന്നയിക്കുകയാണ്. ബേൽസെബൂൽ എന്ന വാക്കാണ് സുറിയാനി ട്രാൻസ്ലേഷനൊക്കെ നമ്മൾ കാണുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബേൽ സെബൂബ് എന്നുള്ള വാക്കാണ്. ബേൽ എന്നുള്ള വാക്കിനർത്ഥം ലോർഡ് എന്നാണ്. സെബൂബ് എന്നുള്ള വാക്കിനർത്ഥം ഫ്ലൈസ്, ഈച്ച എന്നുള്ളതാണ്. ഈച്ചയുടെ നാഥൻ, ദ ലോർഡ് ഓഫ് ഫ്ലൈസ്, അതാണ് ബേൽ സെബൂബ് എന്ന സുറിയാനി വാക്കിൻ്റെ അതിൻ്റെ അർത്ഥം. ഇത് 2 രാജാക്കന്മാർ 1 രാജാക്കന്മാർ 2-ാം അധ്യായം 2 രാജാക്കന്മാർ 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഈ ബേൽസെബൂബിനെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അവൻ എക്രോനിലെ ദൈവമാണ്. അവൻ്റെ അടുത്ത് ഇസ്രയേൽ ജനതയിൽ ഒരുവൻ അഹസ്യാവെന്ന് പറയുന്നവൻ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് പോകുന്ന കാഴ്ച. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, പല ആളുകളും താൽക്കാലികമായ കാര്യത്തിന് വേണ്ടി ക്രിസ്തുവിനെ വിട്ടിട്ട് മറ്റു കാര്യങ്ങൾ പിമ്പേ പോകുന്ന കാഴ്ച കാണുവാൻ സാധിക്കും. ബേൽസെബൂൽ എന്നുള്ള ഒരു ട്രാൻസ്ലേഷനാണ് ഗ്രീക്കിലും ഹീബ്രുവിലും കാണുന്നത്. ആ ഹീബ്രുവിൽ കാണുന്നത് ബേൽ സെബൂൽ, ആദ്യത്തേത് സെബൂബാണ്. ഹീബ്രുവിൽ കാണുന്നത് സെബൂലാണ്. സെബൂൽ എന്നുള്ള വാക്കിനർത്ഥം ഡങ് എന്നുള്ളതാണ്, ചാണകം എന്നുള്ളതാണ്. അപ്പം ബേൽസെബൂൽ എന്ന് പറഞ്ഞാൽ ദ ലോർഡ് ഓഫ് ഡങ്, ചാണകത്തിൻ്റെ നാഥൻ എന്നാണ്. അതായത് പിശാചിന് എത്രത്തോളം അധപ്പതിച്ച ഒരു പ്രവർത്തനമാണ് പിശാച് നടത്തുന്നത്, അതിനെ വ്യക്തമാക്കാൻ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉച്ഛിഷ്ടത്തിൻ്റെ നാഥൻ. പ്രിയ സഹോദരങ്ങളെ, ചില ആളുകളിൽ ഈ ബേൽസെബൂബിൻ്റെയും പ്രവർത്തനമുണ്ട്. ബേൽസെബൂബിൻ്റെ പ്രവർത്തനം ഈച്ചയുടെ പ്രവർത്തനമാണ്. നമുക്കറിയാം, ഈച്ച അശുദ്ധമായ കാര്യങ്ങളെല്ലാം പോയിരിക്കും, എന്നിട്ടത് പറന്നു വന്നിട്ട് ഭക്ഷണമേശയിൽ വന്നിരിക്കും. ചില മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ശൈലി അങ്ങനെയാണ്. അശുദ്ധമായിടത്തെല്ലാം പോയിരിക്കും, എന്നിട്ട് വിശുദ്ധമായിടത്തും വന്നു നിൽക്കും. ബേൽസെബൂബിൻ്റെ പ്രത്യേകതയാണ്. ബേൽസെബൂലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
ചാണകത്തിൻ്റെ ഉച്ഛിഷ്ടത്തിൻ്റെ നാഥനാണവൻ. അവനെല്ലാം നെഗറ്റീവായിരിക്കും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വാ തുറന്നാൽ നെഗറ്റീവ് മാത്രം. അങ്ങനെ ബേൽസെബൂലിൻ്റെ പ്രവർത്തനമാകുന്ന ഉച്ഛിഷ്ടത്തിൻ്റെ നാഥൻ എല്ലാം അഴുക്കും പുഴുക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വ്യക്തി ബേൽസെബൂലിൻ്റെയും ബേൽസെബൂബിൻ്റെയും ആധിപത്യം നിറഞ്ഞിരിക്കുന്നവരാണ്. ഈ യെരൂശലേമിൽ നിന്ന് വന്ന വേദപണ്ഡിതന്മാരുടെ ചിന്തയും ഇതിന് വിപരീതമായിരുന്നില്ല. അവരും അപ്രകാരം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ കർത്താവിനെ ടാർഗറ്റ് ചെയ്യുന്നത്. കർത്താവിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുവാനുള്ള കാരണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അനേകം ആളുകൾ ശിഷ്യന്മാരായി മാറുകയാണ്. അങ്ങനെ ദൈവരാജ്യം ശക്തമായി വളരുന്നു. ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് കർത്താവ് പ്രാർത്ഥിച്ചിട്ട് 12 പേരെ അപ്പോസ്തലന്മാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോസ്തോലൻ എന്നുള്ള വാക്ക് ഗ്രീക്ക് വാക്കാണ്. അപ്പോസ്തോലോസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. അപ്പോസ്തോലോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിനർത്ഥം ദ വൺ ഹു ഹാസ് സെൻഡ് ഫോർത്ത് വിത്ത് എ മിഷൻ എന്നുള്ളതാണ്. പ്രത്യേക ദൗത്യം നൽകി അയക്കപ്പെടുന്നവനാണ് അപ്പോസ്തോലൻ. എന്നാൽ എല്ലാ ശിഷ്യന്മാർ ഇത്രയും ഉണ്ടെങ്കിലും ഈ ശിഷ്യന്മാരെല്ലാവരും അപ്പോസ്തോലന്മാരല്ല. All the disciples are not the apostles, but all the apostles are the disciples. എല്ലാവരും ശിഷ്യഗണത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവരെല്ലാവരും അപ്പോസ്തലന്മാരല്ല. മറിച്ച് ഇത്രയും ശിഷ്യഗണത്തിൽ നിന്ന് തനിക്ക് ബോധിച്ച 12 പേരെ താൻ തെരഞ്ഞെടുത്തു. അവരാകുന്നു അപ്പോസ്തലന്മാർ. അങ്ങനെ അപ്പോസ്തലന്മാരും പോയി ഇതുപോലുള്ളതായ അത്ഭുതങ്ങളും അതിശയങ്ങളും വീര്യപ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പരീശന്മാർക്കും സാദുക്യർക്കും ഇരിക്കപ്രതിയില്ലാതായി. അപ്പോഴവരുടെ അജണ്ട അവർ പുറത്തെടുക്കുകയാണ്. ഇറ്റ് വാസ് ടോട്ടലി ആൻഡ് ഹൈലി എ പൊളിറ്റിക്കൽ അജണ്ട. വളരെ ഹൈലി ആയിട്ട് പൊളിറ്റിക്കലായിട്ട് എങ്ങനെ ഇവനെ അറ്റാക്ക് ചെയ്യണം എന്ന് അവർക്ക് വളരെ വ്യക്തമാണ്. യേശു തമ്പുരാനെ അറ്റാക്ക് ചെയ്യുവാൻ കൊണ്ട് അവർ തുടങ്ങുകയാണ്. അവർ തുടങ്ങുന്നതിൻ്റെ കാരണം ദ ഇനബിലിറ്റി ഓഫ് ദ ഫരീസീസ് ആൻഡ് സാദുക്കീസ്. അവരുടെ കഴിവില്ലായ്മയാണ് യേശു തമ്പുരാൻ ചെയ്യുന്ന അത്ഭുത പ്രവർത്തനത്തിന് നേരെ അവർക്കിങ്ങനെ അറ്റാക്ക് ചെയ്യുവാൻ കോണം ഒരുമ്പെടുന്നത്. ഇവരുടെ കഴിവില്ലായ്മയെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് നോക്കി. അവർ മോടിയുള്ള വസ്ത്രങ്ങൾ അണിയുന്നു, വഴിയിലും തെരുക്കോണിലെല്ലാം വലിയ വന്ദനവും സ്വീകരിക്കുന്നു. പക്ഷെ ഭാരമേറി ചുമടവർ ജനത്തിന് മേൽ വഹിച്ചു കൊടുക്കും. അവർ ചെറിയൊരു ഭാരം പോലും അവർ കൈകൊണ്ടെടുക്കുന്നില്ല. മുഖ്യ സ്ഥലങ്ങളിലെല്ലാം വന്ദനം അവർ ആഗ്രഹിക്കുന്നു. എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, കപടഭക്തരെ എന്ന് പറഞ്ഞിട്ട് അവരെ കർശനമായി വളരെ നിഷിദ്ധമായിട്ട് യേശു വരാൻ ശാസിക്കുന്നുണ്ട്. ദ ഇനബിലിറ്റി ഓഫ് ദ ഫരീസീസ് ആൻഡ് സാദുക്കീസ്. അത്യുന്നതനായ ദൈവം അവരെ ഫലമേൽപ്പിച്ചതായ വലിയൊരു ശുശ്രൂഷ. പക്ഷെ ആ ശുശ്രൂഷയിൽ യാതൊരു താല്പര്യവും കാട്ടാതെ, ആത്മാക്കളെ നേടാതെ, കള്ളപ്രവാചകന്മാരായിട്ട് പ്രവർത്തിക്കുന്നതായ പ്രവർത്തനത്തെ കർത്താവ് ശക്തമായി എതിർക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തും അങ്ങനെ യാതൊരുവിധമായി സുവിശേഷ പണി ചെയ്യാതെ സ്വന്തം ബിസിനസ്സുമായിട്ട് ജീവിക്കുന്ന അനേകം വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണാം. അങ്ങനെയുള്ളവരെ ചിലപ്പോൾ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യും. അത് കുഴപ്പമില്ല. പക്ഷേ യഥാർത്ഥ പുരോഹിതർ, യഥാർത്ഥ സുവിശേഷകൻ, യഥാർത്ഥ സുവിശേഷക അവർ സുവിശേഷം പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതായ പ്രവർത്തനങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ കർത്താവ് ഗ്രേറ്റ് വാർണിംഗ് തരികയാണ്. അതിൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. സുവിശേഷം പ്രവർത്തിക്കുന്നവന്റെ ആത്മവീര്യം കെടുത്തുമ്പോൾ സൂക്ഷിച്ചു കൊള്ളണം. ദാറ്റ് ഇസ് ദ ഗ്രേറ്റ് വാർണിംഗ്, ഗ്രേറ്റ് അലാം കർത്താവ് നൽകുന്നത്. പ്രിയ സഹോദരങ്ങളെ, സ്ലീഹന്മാരിങ്ങനെ അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, ഇന്ന് വായിച്ചു കേട്ട സ്ലീഹായിൽ വേദഭാഗത്ത് നമ്മൾ കേൾക്കുന്നു, കർശനമായിട്ട് നിയന്ത്രണം കൊടുക്കുക. സുവിശേഷം പറയാൻ പാടില്ല, വീര്യപ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല,
അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ തക്കോണം പാടില്ല, ഒരു കാര്യത്തിലും യേശുവിൻ്റെ നാമം പോലും ഉച്ചരിക്കുവാൻ തക്കോണം പാടില്ല എന്ന് പറഞ്ഞ് കർശനമായി വിലക്ക് അവർ നടത്തുക. സ്ലീഹന്മാർ അന്നേരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സ്ലീഹാവായനിൽ നമ്മൾ കേട്ടത്. ഇങ്ങനെയുള്ള വലിയൊരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തെയും കൊണ്ട് വേദപണ്ഡിതനായിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ വരുന്നുണ്ട്. ഗമാലിയേലിൻ്റെ അടുത്ത് വരുന്ന അവസരത്തിൽ ഗമാലിയേൽ എടുത്ത ഒരു നിലപാട് വാസ്തവത്തിൽ, പ്രിയ സഹോദരങ്ങളെ, ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിനും ഒരു മാതൃകയാണ്. ഗമാലിയേൽ യഹൂദന്മാരുടെയും ഫരീസിയുടെയും ഒക്കെ ഏറ്റവും വലിയ ഗുരുവാണ്. അദ്ദേഹമാണ് ഇതിനെല്ലാം കർശനമായിട്ട് കുറ്റം ആരോപിക്കേണ്ടുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്ന വാക്കുകൾ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ 5-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുകയാണ്, പ്രിയ ഫരീസികളെ, സദൂക്യരെ, നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളണം. ഇവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സുവിശേഷം പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇതേപോലുള്ള വീര്യപ്രവർത്തികൾ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇവരുടെ മേൽ അധികം നിയന്ത്രണം വരുത്തുന്നത് സൂക്ഷിച്ചേ വേണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ യൂദ എന്ന് പറയുന്ന ഒരുത്തൻ എത്രയോ പേരുകളെ തെറ്റിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ കുറച്ച് പേരൊക്കെ പോയെങ്കിലും അതൊക്കെ ഇല്ലാതായി തീർന്നിട്ടുണ്ട്. ഇത് മാനുഷികമല്ല, ദൈവികമാണെങ്കിൽ നിങ്ങൾ എത്ര വിചാരിച്ചാലും നശിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇത് ദൈവികമല്ല, മാനുഷികമാണെങ്കിൽ ഇത് സ്വയം അങ്ങ് ഇല്ലാതെയായി തീർന്നുകൊള്ളും. എന്നിട്ട് അവസാനം ഈ ഗമാലിയേൽ പറയുന്ന വാക്ക് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്കിനോട് ഒത്തുതന്നെയാണ്. അവസാനം ഗമാലിയേൽ പറയുകയാണ്, അത് ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിക്കുവാൻ കഴിയില്ല, അല്ലാതെ ദൈവികമായതിനോടാണ് നിങ്ങൾ പോരടിക്കുന്നത് എന്ന് വരികിൽ, ദൈവികമായിരിക്കുന്ന ഈ സുവിശേഷ പ്രവർത്തനെതിരെയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് വരികിൽ, ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരുമല്ലോ. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇപ്രകാരം ദൈവത്തോട് പോരടിക്കുക എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന് എതിരെയുള്ളതായ ഗുരുതരമായ ആരോപണമായി മാറും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സമൂഹത്തിൽ അനേകം കള്ളപ്രവാചകന്മാരുണ്ട്. എന്നാൽ എല്ലാവരെയും നിശിതമായി വിമർശിക്കാം എന്ന് പറഞ്ഞിട്ട് പടവാൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ സത്യസുവിശേഷകർക്കെതിരെ ആ പടവാൾ നീങ്ങിയാൽ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്ഷമിക്കാത്ത പാപത്തിലേക്ക് അത് മാറും. കാരണം യു ആർ ക്രോസിങ് ദ ലൈൻ വിത്ത് ഗോഡ്. അത് വലിയൊരു അപകടമാണ്. മട്ടാഞ്ചേരി പള്ളിയിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അപരാധം ഞങ്ങൾ ചെയ്തു. സുവിശേഷ പ്രവർത്തനം പറഞ്ഞുകൊണ്ട് വീട് തോറും കയറി ഇറങ്ങുന്ന ഒരു അപ്പനും ഒരു മകനും ഉണ്ടായിരുന്നു. അവരൊത്തിരി സഹായം മറ്റുള്ളവർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ അവരോടൊരു വ്യക്തി വൈരാഗ്യം തോന്നിയപ്പോൾ അവരെ നശിപ്പിക്കുന്ന തരത്തിൽ ഒത്തിരി വാക്കുകൾ ഞങ്ങൾ പറഞ്ഞ് അവരെയേറെ ദുഃഖിപ്പിച്ചു. എന്നാൽ അന്ന് തുടങ്ങി ഞങ്ങളുടെ വീടിൻ്റെ അടിത്തറ ഇളകുന്ന തരത്തിൽ ദൈവത്തിൻ്റെ കോപം വന്ന് നിറയുവാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ആ ദൈവകോപത്തിൽ നിന്ന് വിട്ടുമാറുവാൻ തക്കണം. ദേവാലയങ്ങളെല്ലാം നടക്കുകയാണ്, എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പോയിരിക്കുകയാണ്. ഭവനത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടുവാൻ തക്കണം. എന്നിട്ട് അവൻ പറയുകയാണ്, വാസ്തവത്തിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്നപ്പോഴാണ് അച്ഛാ ഞാൻ അറിയുന്നത് അത് ദൈവത്തോടുള്ള പോരാട്ടമായി പോയി എന്ന്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ബേൽസെബൂബിൻ്റെയും പ്രവർത്തനം ഉണ്ടാകാതിരിപ്പാൻ നോക്കണം. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. എല്ലാ തിന്മകളാണെന്ന് വിചാരിച്ച് സുവിശേഷ വേലയ്ക്കും ദൈവിക വേലയ്ക്കുമെതിരെ പടവാൾ ഏന്തിയാൽ സൂക്ഷിച്ചു കൊള്ളണം. ഒരിക്കലും മോചനം കിട്ടാത്ത പാപത്തിലേക്ക് അത് മാറിപ്പോകും. ഗമാലിയേൽ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാവുന്നു. അത് ദൈവത്തോട് പോരടിക്കുന്നതാണ്. അതിലുപരിയായിട്ട് സുവിശേഷ പ്രവർത്തനം
സുവിശേഷവും മിഷനും ദൈവികമായ വേലയും പ്രവർത്തനം നടത്തുന്നതിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കുക. ദൈവവേലയ്ക്ക് അനേകരെ സമർപ്പിക്കുക. ദൈവവേലയ്ക്ക് നമ്മുടെ മക്കളെ അയക്കുവാൻ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ദൈവവേല ചെയ്യുന്നവർ, പീഡനം അനുഭവിക്കുന്നവർ അനേകരുണ്ട്. ഗുജറാത്തിലൊക്കെ ആയിരുന്നപ്പോൾ കാണുന്നതായ കാഴ്ച, മറ്റ് പല സ്ഥലങ്ങളും കാണുവാൻ കൊണ്ട് കഴിയുന്ന കാഴ്ച, അനേകം മിഷണറി പ്രവർത്തകർ പീഡനം അനുഭവിക്കുകയാണ്. ആ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സുവിശേഷം നമ്മളെ ഏൽപ്പിച്ചതാണ്. ആ സുവിശേഷം നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം മാത്രം നോക്കി പോവുകയാണ്. എന്നാൽ ആ സുവിശേഷം ലോകം മുഴുവനും എത്തിക്കുവാനൊരു ചുമതല ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരമ്മയ്ക്ക്, ഒരു വീട്ടമ്മയായിരിക്കുന്ന ഒരമ്മയ്ക്ക്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്, അത് വയലിൽ പണി ചെയ്യുന്നവന്, ഉന്നതമായ ജോലി സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിന് ബാധ്യതയുണ്ട് എന്ന് ഓർക്കണം. സുവിശേഷ വേല ചെയ്ത് കർത്താവിൻ്റെ സുവിശേഷം കർത്താവ് വരുന്നതിന് മുമ്പ് ലോകമൊക്കെ എത്തിക്കുവാൻ ദൈവമേ ആവുന്നവോളം ശക്തി എനിക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സുവിശേഷ വേലയെ സഹായിക്കാം, സുവിശേഷ വേലയ്ക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.